എന്റെ പേര് ക്ലോവി എന്നാണ്. ഞാൻ കാനഡയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ മുംബൈയിൽ പഠിക്കുകയാണ്. എന്റെ ചോദ്യം, ഇന്ത്യയിൽ എന്തുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല? വളരെ നല്ല ചോദ്യമാണ് സഹോദരിയുടേത്. ഇന്ത്യയിൽ എന്തുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ്. ഇതിന് ഉത്തരവാദി ഇന്ത്യയാണ്, ഖുർആനും ഹദീസുമല്ല. എന്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങളും മുസ്ലിം സമുദായവും ചെയ്യുന്നത് നോക്കി ഇസ്ലാമിനെ വിലയിരുത്തരുതെന്ന്. ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് ഖുർആനും ആധികാരികമായ പ്രവാചക വചനങ്ങളും പരിശോധിച്ചാണ്. ബുഖാരിയിലുള്ള ഒരു ഹദീസ് പ്രകാരം പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ അടിയാർത്ഥികളെ അവന്റെ പള്ളിയിൽ പോകുന്നതിൽ നിന്നും തടയരുത്. രാത്രിയിൽ പോലും മുസ്ലിങ്ങളായ സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടയരുത്. പള്ളിയിൽ പോകുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായതും എന്നാൽ അവരിൽ വ്യത്യസ്തവുമായ സൗകര്യങ്ങൾ ലഭിക്കും. പ്രത്യേകമായ പ്രവേശന കവാടം, പ്രത്യേകമായ ശുദ്ധീകരണ സ്ഥലം, പ്രത്യേകമായ ആരാധന സ്ഥലം തുടങ്ങിയവ ഉണ്ട്. ചർച്ചുകളിലും അമ്പലങ്ങളിലും കാണുന്നത് പോലെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത് അനുവദിക്കാറില്ല. കാരണം നമ്മുടെ നമസ്കാരത്തിൽ മനുഷ്യരുടെ സമത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. തോളോട് തോൾ ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത്. വെളുത്തവനോ കറുത്തവനോ രാജാവോ പ്രജയോ എന്നത് പരിഗണിക്കാറില്ല. എന്റെ തോളിനോട് ചേർന്നൊരു സ്ത്രീയാണുള്ളതെങ്കിൽ ഡോക്ടർമാർ പറയുന്നത് പുരുഷനേക്കാൾ 1 ഡിഗ്രി ചൂട് കൂടുതലാണ് സ്ത്രീക്ക്. അള്ളാഹുവിനേക്കാളും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് അവിടെയായിരിക്കും. അതിനാൽ തന്നെ വ്യത്യസ്തവും എന്നാൽ പുരുഷന്മാർക്ക് തുല്യവുമായ സൗകര്യങ്ങളാണ് ഉള്ളത്. പ്രത്യേക പ്രവേശന കവാടം, പ്രത്യേക ശുദ്ധീകരണ സ്ഥലം, നിങ്ങളുടെ ശരീരവും കാലുകളുമെല്ലാം കഴുകാം. പക്ഷെ ഇന്ത്യയിലെ അധിക പള്ളികളിലും അതിനുള്ള സൗകര്യമില്ല. എന്നാൽ ചില പള്ളികളിൽ സൗകര്യങ്ങളുണ്ട്. ദക്ഷിണേന്ത്യയിലെ പള്ളികളിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ പൊതുവെയുള്ള ശരാശരി കുറവാണ്. പക്ഷെ സൗദി അറേബ്യയിലെ 99% പള്ളികളിലും സ്ത്രീകൾക്ക് സൗകര്യമുണ്ട്. ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും പള്ളികളിലും സ്ത്രീകൾക്ക് സൗകര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഇല്ലാത്തതിന് കാരണം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്. പുരുഷന്മാരുടെ തുല്യമായ സൗകര്യം പള്ളിയിൽ സ്ത്രീകൾക്കുണ്ട്. അവിടെ വെച്ച് അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.